ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. IPLലെ ആദ്യ ക്വാളിഫയർ മത്സരം ഇന്നാണ് നടക്കുക. കരുത്തരായ RCBയും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 ധരംശാലയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഈ മത്സരത്തിൽ RCBക്ക് വേണ്ടി ഫിൽസാൾട്ട് കളിക്കുമോ? അതാണ് ആരാധകർക്ക് അറിയേണ്ട കാര്യം. ജേക്കബ് ബേഥേൽ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. ഫിൽസാൾട്ടിന്റെ കാര്യത്തിൽ രജിത് പട്ടിദാർ ഇന്നലെ ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു. അതായത് സാൾട്ട് ഇപ്പോൾ ഫിറ്റാണ്. ചില ഡ്രിൽസ് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. അത് ഇന്ന് മാത്രമാണ് തീരുമാനം എടുക്കുക എന്നാണ് രജിത് പട്ടിദാർ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്നലെ ചെറിയ ഡ്രിൽസ് ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷെ കളിക്കുമോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതകൾ ഒന്നും ലഭിച്ചിട്ടില്ല. അത് ഇന്നത്തോടു കൂടിയാണ് തീരുമാനം എടുക്കുക എന്നാണ് രജിത് പട്ടിദാർ പറഞ്ഞിട്ടുള്ളത്. ഫിൽസാൾട്ട് കളിക്കണം എന്ന് തന്നെയാണ് ആരാധകർ ആഗ്രഹിക്കുന്നത്. ഏതായാലും RCBയുടെ ഇന്നത്തെ ഒരു പോസിബിൾ 11 എങ്ങനെയാകും? ESPN ക്രിക്കിൻഫോയുടെ ലൈനപ്പ് നമ്മൾ പരിശോധിക്കുകയാണ്. വിരാട് കോഹ്ലി, ഫിൽസാൾട്ട്, അതല്ലെങ്കിൽ വെങ്കടേഷ് അയ്യർ, അവിടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ദേവദത്ത് പടിക്കൽ, രജിത് പട്ടിദാർ, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെപ്പേർഡ്, ടിം ഡേവിഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, ജേക്കബ് ഡെഫി, അതല്ലെങ്കിൽ സുയാഷ് ശർമ്മ. അത് ഫിൽസാൾട്ടിന്റെ ഭാവിയെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. ജോഷ് ഹെയ്സൽവുഡ്, റാസിഖ് സലാം. ഇങ്ങനെയാകും RCBയുടെ ഒരു പോസിബിൾ ലൈനപ്പ്. ഗുജറാത്ത് ടൈറ്റൻസിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗിൽ, സായി സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, ജേസൺ ഹോൾഡർ, രാഹുൽ തവാത്തിയ, നിഷാന്ത് സിന്ധു, റാഷിദ് ഖാൻ, അർഷദ് ഖാൻ, കാഗിസോ റബാദ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, അതല്ലെങ്കിൽ സായി കിഷോർ, അതല്ലെങ്കിൽ മനവ് സുത്തർ. ഈ 3 താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ നല്ല ഒരു നിരയെ തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഇറക്കുക. ഏതായാലും ഫൈനലിൽ എത്താനുള്ള സുവർണാവസരമാണ് 2 ടീമുകളുടെ മുന്നിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തീപ്പാറും പോരാട്ടമാണ് ആരാധകർ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.